ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ കാര്യത്തിന്? കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത റോഡ് എസ്റ്റിമേഷന്റെ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇല്ല സർ, ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ വേറൊരു അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെറിയൊരു വ്യത്യാസം വരും. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ പ്രസന്റ് ചെയ്യാം. കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് കിട്ടിയത് എന്താണെന്ന് വെച്ചാല്, കറക്റ്റ് 600 മീറ്ററിൽ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ കറക്റ്റ് 600 മീറ്ററിൽ എന്ത് ചെയ്തു, നമ്മുടെ റോഡും നമ്മുടെ ഗ്രൗണ്ടും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അത് രണ്ടും ഒരേ പോയിന്റിൽ വരുന്നുണ്ട്. പക്ഷെ എപ്പോഴും അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇവിടെ ഇത് ബൈ കോയിൻസിഡൻസ് വന്നതാണ്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും ഇതേവരെ വരില്ല. അപ്പൊ ഇങ്ങനെ വരാത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ പോകുന്നത് വെച്ചാൽ ഇത് മനസ്സിലാണ്ടാവല്ലോ അല്ലെ? സിമ്പിൾ ഐഡിയ ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചാല് ക്വസ്റ്റ്യൻ നോക്കാം. എസ്റ്റിമേറ്റ് ദി കോസ്റ്റ് ഓഫ് എർത്ത് വർക്ക് ഫോർ എ പോർഷൻ ഓഫ് റോഡ് ഫോർ 400 മീറ്റർ ലെങ്ത് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇത്തരം കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പം formation width of the road is 10 meter and side slopes are 2:1 in banking and 1.5:1 in cutting. അപ്പൊ സെയിം ബാങ്കിങ്, കഴിഞ്ഞ ക്വസ്റ്റിനിൽ തന്നെ സെയിം ബാങ്കിങ് സൈഡ് സ്ലോപ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, അപ്വേർഡ് ഗ്രേഡിയന്റ് ഡൗൺവേർഡ് ഗ്രേഡിയന്റിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുണ്ട്. അതായത് 1:200 ആണ് ഡൗൺവേർഡ് ഗ്രേഡിയന്റ്. ഇവിടെ ഡൗൺവേർഡ് ഗ്രേഡിയന്റ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആദ്യം അപ്വേർഡ് ഗ്രേഡിയന്റ് ഉണ്ടായിരുന്നു, പിന്നെ ഡൗൺവേർഡ് ഗ്രേഡിയന്റ് ആയിരുന്നു. അതായത് നമ്മളൊരു ഫുൾ ഹില്ല് നമ്മൾ കയറി ഇറങ്ങണമായിരുന്നു. പക്ഷെ ഇതെന്താണ്, ജസ്റ്റ് ഒരു ഹില്ല് മാത്രം ഇറങ്ങിയാൽ മതി. പക്ഷെ അവിടെയും പലപ്പോഴും ബാങ്കിങ് മാത്രമല്ല, അതായത് എംബാക്ക്മെന്റ് കെട്ടിപ്പൊക്കൽ മാത്രമല്ല, അവിടെയും കട്ടിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കറിയില്ല, നമുക്ക് എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത്രയും ഡാറ്റ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് ഇത്രയും ഡാറ്റ ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആയിരിക്കില്ല. നേരത്തെ പറഞ്ഞ റെഡ്യൂസ് ലെവൽ ഓഫ് ഗ്രൗണ്ട് ലെവൽ, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എന്താ സംഭവിച്ചത്, ഗ്രൗണ്ട് ലെവലിന്റെ റെഡ്യൂസ് ലെവലും ഡിസ്റ്റൻസും മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഇവരെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റേഷൻ എത്രാമത്തെ സ്റ്റേഷനാണ്, ഡിസ്റ്റൻസ്, പിന്നെ റെഡ്യൂസ് ലെവൽ ഓഫ് ഗ്രൗണ്ട്, റെഡ്യൂസ് ലെവൽ ഓഫ് ഫോർമേഷൻ, അതിന്റെ തുടക്കം അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിന്റെ ഹൈറ്റ് ഫസ്റ്റ് സ്റ്റേഷനിൽ മാത്രമേ പലപ്പോഴും തരുള്ളൂ. പിന്നെ അവർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേഷനിലും നമ്മൾ അതിനനുസരിച്ച് കണ്ടുപിടിക്കാം. അപ്പൊ ഇത് വന്നിരിക്കുന്ന ഓരോ സ്റ്റേഷൻ നമ്മളുടെ ഡിസ്റ്റൻസ് 40 മീറ്റർ ആണ് അല്ലെ? 1040 - 1000 ഇങ്ങനെയാണ് നമ്മളുടെ ഡിസ്റ്റൻസ്. അപ്പൊ നമ്മൾ ഇതൊന്ന് വരച്ചു നോക്കിയാല് മനസ്സിലാകും. അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബാങ്കിങ്ങിൽ 2:1 ആണ് സൈഡ് സ്ലോപ്പ്, കട്ടിങ്ങിൽ 1.5:1 ആണ്. അപ്പൊ ഈ രണ്ട് ബാങ്കിങ് കട്ടിങ് എങ്ങനെ വരിക? നമ്മുടെ ബാങ്കിങ് വരുന്ന എപ്പോഴും ഇങ്ങനെയായിരിക്കും, നമ്മളിങ്ങനെ കെട്ടിപ്പോക്കാണ്. അപ്പം ഈ സൈഡ് സ്ലോപ്പ് ആണ് എന്ത് പറയുന്നത്, ഈ സൈഡ് സ്ലോപ്പ് ആണ് എന്ത് പറയുന്നത്, S:1, അതായത് 2:1 എന്ന് പറയുന്നത് ബാങ്കിങ്ങിന്റെ. അതേസമയം കട്ടിങ്ങിന്റെ കട്ടിങ് ഇങ്ങനെയാണ് വരിക. അതായത് ഒരു മല ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യുന്നത്. അതിന്റെ 1.5:1 ആണ് അതിന്റെ സൈഡ് സ്ലോപ്പ് അല്ലെ? ബാങ്കിങ്ങിന്റെ 2:1 ആണ്, കട്ടിങ്ങിന്റെ 1.5:1 ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? കുറച്ച് ദൂരം ഇങ്ങനെ വല്ലതും ആയിരിക്കും ഇത് വരാനുള്ളത്. ബാങ്കിങ് ആണെങ്കിൽ ഇങ്ങനെ വരും റോഡ്, മനസ്സിലാക്കുക. ഇങ്ങനെയാണ് റോഡ് വരിക. കട്ടിങ് ആണെങ്കിൽ എന്ത് വരും, ഇങ്ങനെയാണ് കട്ട് ചെയ്ത് പോകുക. അതായത് നമ്മളൊരു സൈഡിലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ പലപ്പോഴും, ഇവിടെ ഫുള്ള് ഹില്ലൊക്കെ ആയിരിക്കും, നമ്മൾ റോഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും നടുവിൽ കൂടെ. അപ്പൊ ഇങ്ങനെയാണ് കട്ടിങ്. അപ്പൊ അവര് പറയുന്നത് ഈ സ്ലോപ്പിന്റെ കാര്യമാണ്, ഈ സൈഡ് സ്ലോപ്പിന്റെ കാര്യമാണ് ഇവര് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇത് 1.5:1 എന്നാണ് പറയുന്നത് ഈ സൈഡ് സ്ലോപ്പ് കട്ടിങ്ങിന്റെ. അപ്പൊ ഇത് മനസ്സിലാക്കുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ടാബുലർ ഫോമിൽ പഴയതുപോലെ നമ്മൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. തന്നിട്ടുള്ളത് ഓരോ 40 മീറ്റേഴ്സിലെ റെഡ്യൂസ് ലെവൽ ഓഫ് ഗ്രൗണ്ട്, അതായത് ഗ്രൗണ്ടിന്റെ റെഡ്യൂസ് ലെവൽ തന്നിട്ടുണ്ട് കഴിഞ്ഞ ക്വസ്റ്റ്യനെ പോലെ. ഫോർമേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് നമ്മളുടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കണ്ട, നമുക്ക് ആ ടേബിൾ നോക്കിയാൽ മതി.
ടേബിൾ നോക്കി അത് അതിന്റെ ഫോർമേഷൻ എടുത്തൊക്കെ ടേബിൾ എങ്ങനെ നോക്കിക്കോ. അത് നമ്മൾ ആദ്യം താഴെ എന്താ എഴുതേണ്ടത്? താഴെ നമ്മൾ എഴുതേണ്ടത് നമുക്ക് തന്നിട്ടുള്ള ഇന്റർവെൽസ് ആദ്യം, അതായത് ഓരോ 40 മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 1000 മീറ്റർ, പിന്നെ 1040, 1080, 1120, 1160, 1200, അങ്ങനെ അങ്ങനെ പോയി 1400 വരെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പോലെ തന്നെ എഴുതുക. 1000 പോലെ 1400 വരെ. ഇതാണ് നമ്മളുടെ ഡിസ്റ്റൻസ് ഇൻ മീറ്റർ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. എന്നിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്യുക? ഗ്രൗണ്ട് ലെവൽ, റെഡ്യൂസ് ലെവൽ എഴുതുക. ഗ്രൗണ്ട് ലെവൽ റെഡ്യൂസ് ലെവൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതേപോലെ എഴുതുക. 51, 50.9, 50.5, 50.8, അങ്ങനെ അങ്ങനെ. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേഷനിലെ, അതായത് 1000 മീറ്ററിലെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ, അതിലെ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷൻ, അതായത് റോഡിന്റെ ഹൈറ്റ്, അത് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ബാക്കി ഓരോ സ്റ്റേഷനിലെ റോഡിന്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് അവർ തന്നിട്ടുള്ള ക്ലൂ എന്ന് പറയുന്നത് എന്താണ്? ഹിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡൗൺവേർഡ് ഗ്രേഡിയന്റ് ആണ്. അതൊരു ഇറക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്വേർഡ് ഗ്രേഡിയന്റ് കാര്യം പറഞ്ഞിട്ടില്ല, മൊത്തം ഡൗൺവേർഡ് ഗ്രേഡിയന്റ് ആണ്. 1:200 ആണ് ഇറക്കം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റത്തെ റെഡ്യൂസ് ലെവൽ ഫോർമേഷൻ. അപ്പൊ ആദ്യം നമ്മൾ എഴുതിയത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എഴുതി, അതിന്റെ മുകളിൽ ഗ്രൗണ്ടിന്റെ റെഡ്യൂസ് ലെവൽ, ഓരോ 40 മീറ്ററിലെ അവിടുത്തെ റെഡ്യൂസ് ഗ്രൗണ്ട് ലെവൽ എഴുതി. പിന്നെ റെഡ്യൂസ് ലെവൽ ഓഫ് ഫോർമേഷൻ എഴുതി. റെഡ്യൂസ് ലെവൽ ഓഫ് ഫോർമേഷൻ എഴുതി ഫസ്റ്റത്തെ വാല്യൂ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പിന്നെ ഓരോ സ്റ്റേഷനിലെ റോഡിന്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചെഴുതണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഹിന്റ് എന്താണ്? ഡൗൺവേർഡ് ഗ്രേഡിയന്റ് 1:200 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും 1:200 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? 200 മീറ്റർ നമ്മൾ ഹൊറിസോണ്ടലി പോകുമ്പോൾ 1 മീറ്റർ വെർട്ടിക്കലി താഴോട്ട് പോകണം. അതാണ് ഡൗൺവേർഡ് ഗ്രേഡിയന്റ് = 1:200 എന്ന് പറയുമ്പോൾ, 1:200 എന്ന് പറയുമ്പോൾ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 40 മീറ്റർ പോകുമ്പോൾ എത്ര താഴോട്ട് പോകണം? എത്ര പോകേണ്ടി വരും? 200 മീറ്റർ പോകണമെങ്കിൽ 200 മീറ്റർ പോകുമ്പോൾ 1 മീറ്റർ ആണ് റെഡ്യൂസ് ലെവൽ താഴോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ഇന്റർവെൽ 40 മീറ്റേഴ്സ് ആണ്. ഓരോ 40 മീറ്റേഴ്സിലും റെഡ്യൂസ് ലെവൽ എത്ര താഴോട്ട് പോകണം? ആർദ്ര, ആർദ്ര ഉണ്ടോ കോളില്? കോളില് ആർദ്ര ഉണ്ടോ? ഓക്കെ. അപർണ കെ എം, അപർണ കെ എം, ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലേ ആർക്കും? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. ഞാൻ ഓഡിബിൾ അല്ലേ? സർ ഓഡിബിൾ ആണ്. ആർദ്ര മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും ആൻസർ പറയുന്നാല് ഗോപി പറഞ്ഞാൽ മതി. അപ്പം 200 മീറ്റേഴ്സ് പോകുമ്പോൾ 1 മീറ്റർ താഴോട്ടാണെങ്കിൽ 40 മീറ്റേഴ്സ് ഓരോ സ്റ്റേഷനിലും കഴിയുമ്പോൾ എത്ര മീറ്റർ താഴോട്ടേക്ക് പോകും? നമ്മുടെ റോഡ് പോകും, റെഡ്യൂസ് ലെവൽ താഴോട്ട് പോകും. ആൻസർ പറയാം ആരെങ്കിലും? സാറേ 0.2 ആണ്. 0.2 ആണ് വരിക. അതായത് സംഭവിക്കുന്നത് എന്താണ്? /5. 200 മീറ്റർ പോകുമ്പോൾ 1 മീറ്റർ താഴോട്ടാണെങ്കിൽ 100 മീറ്റർ പോകുമ്പോൾ എത്ര വരും? 0.5 മീറ്റർ. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? 40 മീറ്റർ പോകുകയാണെങ്കിൽ 0.2 മീറ്റർ താഴോട്ട് പോകും ഓരോ 40 മീറ്റർ ഇന്റർവെല്ലും. അപ്പൊ അത് നമ്മൾ എഴുതുക. ഓരോ 0, 1000, 1040, അങ്ങനെ ഓരോ 40 മീറ്റർ ഇന്റർവെല്ലിലെയും റോഡിന്റെ ഫോർമേഷൻ ഹൈറ്റ്, ഫോർമേഷൻ റെഡ്യൂസ് ലെവൽ നമ്മൾ എഴുതുക. അങ്ങനെ നമുക്കിപ്പോൾ 3 വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹൈറ്റ് ഓഫ് ബാങ്ക് ആണോ എന്താണോ വേണ്ടതെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? കട്ടിംഗ് ആണോ ബാങ്കിങ് ആണോ എന്നെങ്ങനെ മനസ്സിലാക്കും? ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. അതായത് നമ്മളുടെ റോഡിന്റെ ഫോർമേഷൻ ഹൈറ്റിന്റെ ഡിഫറൻസും ഗ്രൗണ്ടിന്റെ ഫോർമേഷൻ ഹൈറ്റിന്റെ ഗ്രൗണ്ടിന്റെ റെഡ്യൂസ് ലെവലും റോഡ് ഫോർമേഷന്റെ റെഡ്യൂസ് ലെവലും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അപ്പൊ നോക്കുമ്പോൾ എന്ത് വരും? ഹൈറ്റ് ഇവിടെ ഫസ്റ്റ് സ്റ്റേഷനിൽ 1000 എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മളുടെ റോഡിന്റെ ഹൈറ്റ് ആണ് കൂടുതൽ, 52 ആണ് കൂടുതൽ, ഗ്രൗണ്ടിന്റെ 51 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ നമ്മൾ എന്താണ്? നമുക്ക് റോഡിന് ഹൈറ്റ് 1 മീറ്റർ കൂടുതൽ വേണം.
എന്നാലേ നമുക്ക് എത്തുള്ളൂ. അതായത് നമ്മൾ ആ 1 മീറ്റർ അവിടെ റോഡ് കെട്ടിപ്പോക്കണം. അപ്പൊ ഫസ്റ്റ് 1000 മീറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു, 1 മീറ്റർ ഡിഫറൻസ് എടുത്തിട്ട് അവിടെ ബാങ്കിങ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ റോഡിന്റെ ഹൈറ്റ്, റിക്വയർഡ് റോഡിന്റെ ഹൈറ്റ് 51.8 ആണ്. പക്ഷെ അവിടെ ഗ്രൗണ്ടിന്റെ ഹൈറ്റ് 50.9 ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, 0.9, ഇത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 51.8 മൈനസ് 50.9. ആ 0.9 മീറ്ററിൽ അവിടെ നമ്മൾ മണ്ണിട്ട് കെട്ടിപ്പോകണം. മണ്ണിട്ട് മീൻ എന്താണോ ഫോർമേഷൻ അത് കെട്ടിപ്പോകണം. എന്നാലും നമുക്ക് റിക്വയർഡ് റോഡിന്റെ ഹൈറ്റ് കിട്ടുള്ളൂ. തേർഡ് പോയിന്റിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ റോഡിന്റെ ഫോർമേഷൻ റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത്, റിക്വയർഡ് ഫോർമേഷൻ ലെവൽ എന്ന് പറയുന്നത് 51.6 ആണ്. പക്ഷെ അവിടുത്തെ നിലവിലുള്ള റോഡിന്റെ ഗ്രൗണ്ടിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50.5 ആണ്. അപ്പൊ അവർ നമ്മുടെ ഡിഫറൻസ് പറഞ്ഞാൽ 1.1 മീറ്റർ ആണ്. അത് നമ്മൾ അവിടെ കെട്ടിപ്പോക്കണം. അങ്ങനെ ഓരോന്നും ചെയ്ത് വരിക. ഫോർത്ത് പോയിന്റിൽ 0.6 ബാങ്ക് ചെയ്യണം. 1160 മീറ്ററിൽ സംഭവിക്കണം, അവിടെയും 0.6 നമ്മൾ ബാങ്ക് കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് 1200 മീറ്റർ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ 0.3 മീറ്റർ ബാങ്ക് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മൾ 1000 മീറ്റർ എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം, 0 എന്നല്ല 1000 മീറ്റർ എന്നാണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാം 40 ഇന്റർവെൽസ് തന്നെയാണ്. ഇന്റർവെൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ എവിടം വരെ 1200 വരെ നമുക്ക് കിട്ടിപ്പോകുന്നത് മനസ്സിലായി. ഇനി നമ്മൾ 1240 മീറ്റർ എത്തി, 1.24 കിലോമീറ്റേഴ്സ് അവിടെ എത്തിയപ്പം എന്താ സംഭവിക്കുന്നത്, അവിടെ പക്ഷെ ഗ്രൗണ്ടിന്റെ ഹൈറ്റ് ആണ് ഫോർമേഷനേക്കാളും കൂടുതൽ അല്ലെ. 51.2 ഉണ്ട് നമ്മുടെ ഗ്രൗണ്ടിന്റെ ഹൈറ്റ്. പക്ഷെ നമുക്ക് നമ്മുടെ റോഡിന്റെ ഹൈറ്റ് വേണ്ടത് എത്രയാണ്, 50.8 വേണ്ടു. അപ്പൊ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും ഗ്രൗണ്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പൊ അവിടെ നമ്മൾ കട്ടിങ് എടുക്കുക 0.4. പിന്നെ നെക്സ്റ്റ് 1280 ഗ്രൗണ്ടിന്റെ ഹൈറ്റ് ആണ് കൂടുതൽ, റോഡിന്റെ ഹൈറ്റ് റിക്വയർഡ് ഹൈറ്റ് അതിനേക്കാളും കുറവാണ്. അപ്പൊ അവിടെ നമ്മൾ കട്ടിങ് കൊടുക്കുക. പിന്നെ 1320 അവിടെ സംഭവം സെയിം തന്നെ, ഗ്രൗണ്ടിന്റെ ഹൈറ്റ് കൂടുതലാണ്, റോഡിന്റെ ഫോർമേഷൻ ഹൈറ്റ് കുറവാണ്. അങ്ങനെ കട്ട് ചെയ്ത് പോവുക. അങ്ങനെ നമ്മൾ ലാസ്റ്റ് 1400 വരെ എത്തുമ്പോൾ ലാസ്റ്റ് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, 1400ലും ഗ്രൗണ്ടിന്റെ ഹൈറ്റ് ആണ് നമ്മുടെ റിക്വയർഡ് റോഡ് ഹൈറ്റിനേക്കാളും കൂടുതൽ. സോ അവിടെ സ്വാഭാവികമായിട്ടും കട്ട് ചെയ്ത് മാറ്റി. അപ്പൊ 1200 വരെ കട്ടിങ്ങും, പിന്നെ 1240 മുതൽ എന്താണ് 1200 വരെ ബാങ്കിങ്ങും കെട്ടിപ്പോക്കണം. 1240 മുതൽ നമ്മൾ കട്ട് ചെയ്യണം. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു മാറ്റമുണ്ട്. എന്താണെന്നറിയാം, ഇതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ കൊണ്ട് പിന്നെ ചെയ്യിക്കാനുള്ള കാരണം. അതായത് നേരത്തെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്താണ് നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യനിൽ നോക്കിയേ, ഒരു പോയിന്റ് എത്തിയപ്പോൾ നമ്മളുടെ ഫോർമേഷൻ ഹൈറ്റും റോഡിന്റെ ഹൈറ്റും ഗ്രൗണ്ടിന്റെ ഹൈറ്റും കൂടി കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കറക്റ്റ് ആ പോയിന്റ് വരെ എന്ത് ചെയ്യും, നമുക്ക് ബാങ്കിങ് വരുന്നുണ്ട്. അതിനുശേഷമാണ് കട്ടിങ് വരുന്നത്. കറക്റ്റ് നമുക്ക് 600 മീറ്റർ വരെ നമുക്ക് മനസ്സിലാവും കട്ടിങ്, അവിടെ ബാങ്കിങ് വരണം, അതിനുശേഷം കട്ടിങ് ആണെന്നുള്ള കാര്യം. കാരണം ഇത് രണ്ട് സെയിം വാല്യൂസ് ആണ് വരുന്നത്. പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു സെയിം വാല്യൂ വരുന്നില്ല. എവിടെയും എൻ്റെ അർത്ഥം നമ്മളുടെ നിലവിലുള്ള ഗ്രൗണ്ട് ലെവലും നിലവിലുള്ള ഫോർമേഷൻ റോഡിന്റെ ലെവലും തമ്മിൽ ഒരേ പോയിന്റിലും ഒന്നും മുട്ടുന്നില്ല. അതിന്റെ അർത്ഥം നമ്മൾ അതിന്റെ ഇടയിൽ എവിടെയാണ് പോയിന്റ് മുട്ടുന്നത്. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ചെയ്ത് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യിച്ചതെന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലായോ? ആരെങ്കിലും ആൻസർ പറയും? മനസ്സിലായി. അതായത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്കൊരു പോയിന്റ് ഇല്ല കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് നമുക്ക് ഇതേപോലെ എടുത്ത് നമുക്ക് ടേബിളിലേക്ക് മാറ്റാൻ കഴിയില്ല. നമ്മളൊരു പോയിന്റ് കണ്ടുപിടിക്കണം. കാര്യം നമുക്ക് മനസ്സിലാവും, ഇവിടെയാണ് 1200ലാണ് എന്ത് ചെയ്യുന്നത്, ബാങ്കിങ് അവസാനിക്കുക. ബാങ്കിങ്ങിന്റെ ലാസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാല്യൂ. 1240ലാണ് എന്ത് സംഭവിക്കുന്നത്, കട്ടിങ്ങിന്റെ ഫസ്റ്റത്തെ അവൈലബിൾ വാല്യൂ. അപ്പൊ അതിന്റെ നടുവിൽ എവിടെയോ, അതായത് 1200ന്റെയും 1240ന്റെയും നടുവിൽ എവിടെയാണ് എന്ത് വരുന്നത്, കട്ടിങ് വരുന്നത്. അപ്പൊ നമുക്ക് ആ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ആ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ അവിടുത്തെ രണ്ട് സ്ഥലത്തെയും ഗ്രൗണ്ട് ലെവലും കണ്ടുപിടിക്കണം, നമ്മൾ അവിടുത്തെ രണ്ട് സൈഡിലെ ഫോർമേഷൻ ഹൈറ്റും കണ്ടുപിടിക്കണം. എന്നാലും നമുക്ക് ആ രണ്ട് പോയിന്റ് എവിടെയാണ് കോയിൻസൈഡ് ചെയ്യുന്നത് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് എന്താണ്, നമുക്കൊരു സിമിലർ ട്രയാങ്കിൾസ് എഴുതാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ദ റോഡ് പാസസ് ഫ്രം ബാങ്കിങ് ടു കട്ടിങ് ഇൻ ബിറ്റ്വീൻ ദ സ്റ്റേഷൻസ് 30 and 31. അതായത് സ്റ്റേഷൻ നമ്പറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേഷൻ നമ്പേഴ്സ് 30 and 31 ഇടയിലാണ് ഇതിലേക്ക് പോകുന്നത്, കട്ടിങ്ങിലേക്ക് പോകുന്നത് അല്ലെ. 30 and 31 തന്നെയാണോ?
1200 1240 ഇടയിൽ ആണ് നമുക്ക് കട്ടിങ് വരുന്നത്. എവിടെയോ നമുക്ക് പാസ് ചെയ്യുന്നുണ്ട്, അതായത് ബാങ്കിൽ നിന്ന് കട്ടിങ്ങിലേക്ക്. അപ്പൊ അത് എങ്ങനെയാണ് കറക്റ്റ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യാൻ മനസ്സിലായാല് നമ്മൾ അതിനെ എന്ത് ചെയ്യാം, സിമിലർ ട്രയാങ്കിൾസിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാലോ, അത് വെച്ച് നമുക്ക് എഴുതാം. അപ്പൊ സിമിലർ ട്രയാങ്കിൾസ് എന്താണ് ചെയ്യേണ്ടത്? ഇത് 1200, ഇവിടെ 1240 എഴുതാം. മനസ്സിലായി? അവർ തമ്മിലുള്ള ഡിഫറൻസ് 40 ആണ്. അപ്പൊ നമ്മൾ എക്സ് മീറ്ററിലാണ് നമുക്ക് ഈ 2 പോയിന്റ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, ഐ മീൻ 2 പോയിന്റ് നമ്മൾ കൂട്ടിമുട്ടുന്നതെങ്കിൽ ഇവിടെയൊക്കെ എന്താണ് ഫില്ല് ചെയ്താൽ വരണം. ഈ ഭാഗം ഫില്ലിംഗ് ആണ്, ഞാൻ ഈ കാണിക്കുന്ന ട്രയാങ്കിൾ ഫില്ലിംഗ് ആണ്, റൈറ്റ് സൈഡിലുള്ള ട്രയാങ്കിൾ കട്ടിംഗ് ആണ്. അപ്പം നടുവിൽ എന്ത് ചെയ്യും, ഫില്ലിങ്ങിൽ നിന്ന് കട്ടിങ്ങിലേക്ക് വന്ന കറക്റ്റ് പോയിന്റ് നമുക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് യൂസ് ചെയ്യാം. ഈ 0.3 എന്താണ് മനസ്സിലായോ? ഈ 0.3 എന്ന് പറയുന്നത് നമ്മളുടെ 1200 അല്ലേ എന്താണ് ഹൈറ്റ് ഓഫ് ബാങ്ക്, അത് നമുക്കറിയാം. പിന്നെ അതേപോലെ തന്നെ ബാങ്ക് ചെയ്യേണ്ട ഹൈറ്റ് 1200 കെട്ടിപ്പോക്കേണ്ട ഹൈറ്റ്, പിന്നെ അതേപോലെ നമുക്ക് അറിയാവുന്നത് 1240 കട്ട് ചെയ്യേണ്ട ഹൈറ്റ്. അപ്പൊ അത് രണ്ട് നമ്മളിവിടെ എഴുതാം. ഇത് 0.4 ആണ് കേട്ടോ, 4 അല്ല 0.4 ആണ്. ഇത് നിങ്ങൾ ഈ ഇത് നോക്കി മനസ്സിലാവും, ഇത് 0.4 ആണ്, 4 അല്ല. അപ്പം 1200 നമുക്ക് ബാങ്ക് ചെയ്യേണ്ട ഹൈറ്റ്, ഇവിടെ ഫുള്ള് ബാങ്ക് ചെയ്യണം, ഇവിടെ ഫുള്ള് കെട്ടിപ്പൊക്കാണ് വരുന്നത്. ഈ ഭാഗം ഫുള്ള് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് മാറ്റാണ് ചെയ്യുന്നത്. അപ്പം 1240 0.4 ഹൈറ്റിൽ എക്സ്കവേറ്റ് ചെയ്യണം, 1200 0.3 മീറ്റർ എക്സ്കവേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിനെ ഒരു ട്രയാങ്കിൾ എന്ന രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് സിമിലർ ട്രയാങ്കിൾ ഇക്വേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ, നിങ്ങൾ മിക്കപ്പോഴും നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ് പല കാര്യങ്ങളും. ഇന്റർപോളേഷൻ പോലെ തന്നെ ഒരു സംഭവമാണ്. സിമിലർ ട്രയാങ്കിൾസ് വെച്ച് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പം 1200 എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്ന അസ്യൂം ചെയ്യുന്നു. അപ്പൊ മറ്റേ ഡിസ്റ്റൻസ് 40 - x ആവും, കാരണം ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് 200 - 240 - 200 40 ഡിസ്റ്റൻസ് ആണ്, 40 മീറ്റർ ആണ്. അപ്പൊ നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എഴുതാം. എന്ത് വരും? 0.3 / 0.4 = x / 40 - x. അതായത് നമ്മൾ എക്സ് സോൾവ് ചെയ്തെടുക്കാം. ഈ സ്റ്റെപ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ അല്ലെ, നിങ്ങൾക്ക് ബേസിക് മാത്സ് അറിയാവുന്നതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് എക്സ് സോൾവ് ചെയ്തെടുത്താൽ മതി. മനസ്സിലായി? എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഈ രണ്ട് കട്ടിങ് ബാങ്കിങ്ങിൽ നിന്ന് കട്ടിങ്ങിലേക്ക് മാറുന്ന ആ പോയിന്റ്, അത് 1200 ഡിസ്റ്റൻസ് ആണ്. 1200 ആണ് നമ്മളുടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ആ സ്റ്റേഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. അത് നമ്മൾ ഈ സിമിലർ ട്രയാങ്കിൾസ് വെച്ച് എഴുതുക. എന്നിട്ട് നമ്മൾ എക്സ് കണ്ടുപിടിക്കാം. എക്സ് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് എന്ന് പറഞ്ഞാൽ 17 മീറ്റർ എന്ന് കിട്ടും. അപ്പം 1200 + 17, അത് 1217 മീറ്ററിലാണ് ശരിക്കും എന്ത് സംഭവിക്കുന്നത്? ബാങ്കിങ്ങിൽ നിന്ന് കട്ടിങ്ങിലേക്ക് മാറുന്നു. അപ്പൊ നമുക്ക് പ്രിസൈസ് വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് ഈ ടേബിളിൽ നിന്ന് നമുക്ക് ജസ്റ്റ് അറിയില്ല ഇതിന്റെ നടുവിൽ എവിടെയാണെന്നാണ് കിട്ടുന്നത്. നമ്മൾ ഈ ടേബിൾ പറയും, അതായത് നമ്മള് ഇത് സിമെട്രിക്കൽ ആയിട്ട് വെറുതെ എടുക്കുന്ന, കാരണം നമുക്കത് സിമെട്രിക്കൽ ആയിട്ടല്ലല്ലോ കിട്ടുന്നത്, 17 അല്ലേ കിട്ടുന്നത് 40. അല്ല സിമിലർ ട്രയാങ്കിൾസ് ആണ് ഇക്വേഷൻ ഫോർമുല അറിയാം. അതായത് രണ്ട് ട്രയാങ്കിൾസ് ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ അല്ല, അത് സിമെട്രിക്കൽ ഏതുകൊണ്ടാ ചോദിച്ചത്? സിമെട്രിക്കൽ എവിടെയാ? 2 triangles on either side of the 0 point are symmetrical. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആംഗിൾ സെയിം ആയിരിക്കും. നോക്കിയേ, രണ്ട് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ ആംഗിൾ സെയിം ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ രണ്ട് സിമെട്രിക്കൽ ട്രയാങ്കിൾസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. മനസ്സിലായോ? എന്നിട്ടാ നമ്മൾ അത് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് കിട്ടും. അപ്പൊ ഇതിനകത്ത് ആർക്കും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോ, ചോദിക്കാൻ മടിക്കണ്ട. ഇല്ല സാർ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ 1200 17 മീറ്റർ മാറിയാണ് നമ്മളുടെ കട്ടിങ്ങിന് ബാങ്കിങ്ങിലേക്ക് മാറുന്നത്. മാറിപ്പോയി, ബാങ്കിങ്ങിൽ നിന്ന് കട്ടിങ്ങിലേക്ക് മാറുന്നു. അത് ഇവിടെയാണ് ബാങ്കിങ് വരുന്നത്, ഇവിടെയാണ് കട്ടിങ് വരുന്നത്. അങ്ങനെ നമുക്ക് ലെങ്ത് ഓഫ് ദ ബാങ്കിങ് പോർഷൻ 17 മീറ്റർ ആൻഡ് ദ ലെങ്ത് ഓഫ് കട്ടിങ് പോർഷൻ എന്തായിരിക്കും? 40 - 70 23 മീറ്റർ. അതായത് 1217 വരെ ബാങ്കിങ് വരും, അതിനുശേഷം ആണ് കട്ടിങ് തുടങ്ങുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് അതിനെ ടേബിൾ ഓഫ് ഫോമിലേക്ക് ആക്കിയാൽ മതി. ഇതുവരെ എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാര്യം ഇത് നോർമലി ഞാനിത് എടുക്കണം എന്ന് വിചാരിച്ച ടോപ്പിക് അല്ല ഇത് രണ്ടെണ്ണം.
ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഇതിന് വേറെ ഒരു നമ്മളുടെ എസ്റ്റിമേഷൻ കൂടി ഉണ്ട്, ഈ റോഡ് എസ്റ്റിമേഷൻ. ഞാൻ ആ ക്വസ്റ്റ്യൻ എടുക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ കഴിഞ്ഞ 2 വർഷവും ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള 2 ടേബിൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടതുകൊണ്ടാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുകൊണ്ടാണ് ഇത് എടുക്കാന്ന് വിചാരിച്ചത്. കാരണം അത് കുറച്ച് സിമ്പിളും ആണ്, നമുക്ക് വേഗം എഴുതി തീർക്കാനും കഴിയും. 15 മാർക്സിനൊക്കെ ചോദിക്കുകയും ചെയ്യും. 15 ചിലപ്പോൾ 20 മാർക്സിനൊക്കെ ചോദിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആ ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭകരമായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാന്നുള്ളത്. അപ്പം കഴിഞ്ഞ 2 കൊല്ലം ചോദിച്ചിട്ടുണ്ട്, ഈ കൊല്ലം എങ്ങനെയാണെന്ന് അറിയില്ല. സ്റ്റിൽ ഞാനൊരു സേഫർ സൈഡിന് വേണ്ടിയിട്ട് എടുത്താണ്. പിന്നെ ഉള്ളത് ഇനിയുണ്ട് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ടേബിൾ വരില്ല, ജസ്റ്റ് നമ്മളുടെ ഒരു ഡയമെൻഷൻസ് മാത്രം തന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പം അത് ഒരു മീനിങ് ആണ് നമ്മളുടെ ഈ റോഡ് എസ്റ്റിമേഷനിൽ. പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ കൾവേർട്ടിന്റെ ഒരു എസ്റ്റിമേഷൻ എടുക്കും. പിന്നെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് അങ്ങനെ നോക്കും. കോളം ടൈം കിട്ടുകയാണെങ്കിൽ കോളം ബീം ക്വസ്റ്റ്യൻസ് ചെയ്യാനും കൂടിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എടുത്തിട്ട് കുറച്ചും കൂടി സേഫർ സൈഡിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അക്യുഡക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞ പോലെ ടൈം കിട്ടുകയാണെങ്കിൽ എടുക്കാം. അപ്പോൾ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനത്തെ 2 ക്വസ്റ്റ്യൻ കൂടി എക്സ്ട്രാ എടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഇതുവരെ എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെ വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, എങ്ങനെയാണ് ഈ റോഡിന്റെ കട്ടിങ്ങും ഫില്ലിങ്ങും ഒക്കെ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു തരാണെങ്കിൽ നോക്കട്ടെ, വരച്ച് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഇത് ഇറക്കമാണ്, മനസ്സിലായോ? ഇറക്കത്തില് കുറെ പോർഷൻ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇതിപ്പോ എങ്ങനെ വരയ്ക്കാം? ഇതൊരു ഇറക്കം വിചാരിക്കട്ടോ, ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇത് സംഭവിക്കേണ്ടത് ബാങ്കിങ് ആണ്. ഇവിടെ ഒക്കെ ബാങ്കിങ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫോർമേഷൻ വിഡ്ത്ത്. അതായത് ഇവിടെയൊക്കെ ഫുള്ള് ബാങ്കിങ് വരും, ഇവിടെയൊക്കെ കട്ടിങ് വരും. അതായത് ഇവിടെയൊക്കെ എന്തോ റോക്കോ എന്തെങ്കിലും ഉണ്ടാവും, ഇവിടെയൊക്കെ ഇറക്കമായിരിക്കും. അപ്പം ശരിക്കും നമ്മളുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളുടെ ആ ഫിഗർ നോക്കിയാൽ മതി, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഈ ഫിഗറിന്റെ ഒരു ഉപകാരം. ഇത് നിങ്ങൾ വരയ്ക്കണമെന്നില്ല, ഈ ഫിഗർ വരയ്ക്കാൻ ഒരു ടൈം പോകും. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു പക്ഷേ ഫിഗർ വരിക. അപ്പം ഇതാണ് നമ്മൾക്ക് റോഡിന് വേണ്ട പോകുന്ന വഴി. അപ്പൊ ഒരു സ്ഥലത്ത് വെച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്, കട്ടിങ് നടത്തണം, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഫില്ല് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ടേബിൾ ഫോമിലേക്കൊക്കെ മാറ്റാം. ക്വസ്റ്റ്യൻ എല്ലാം മനസ്സിലായി തോന്നുന്നു. അപ്പൊ ഏത് പോയിന്റിലാണ് നമ്മൾ ബാങ്കിങ്ങിൽ നിന്ന് കട്ടിങ്ങിലേക്ക് മാറുന്ന പോയിന്റ് നമുക്ക് കിട്ടിയല്ലോ. അത് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എസ്റ്റിമേഷനിലേക്ക് കടക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള ബാങ്കിങ്ങിന്റെ സൈഡ് സ്ലോപ്പ് 2 ആണ്. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ, ബാങ്കിങ്ങിന്റെ സൈഡ് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ 1217 മീറ്റർ വരെ നമ്മൾ റോഡ് കെട്ടിപ്പോക്കാണ്. അതിന്റെ 2:1 ആണ് ഇതിന്റെ. അതിനുശേഷം 1217 മീറ്ററിന് ശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് റോഡിന്റെ ഷേപ്പ്, അപ് ടു 1217 മീറ്റർ. അതിനുശേഷം വരുന്നത് ഇങ്ങനെയാണ് വരിക. അപ്പൊ 1200 സെന്റിമീറ്റർ ആണ് നമ്മളുടെ ബാങ്കിൽ നിന്ന് കട്ടിങ്ങിലേക്ക് മാറുന്നത്. അപ്പൊ ഇതാണ് സൈഡ് സ്ലോപ്സ് ഒക്കെ. ഫോർമേഷൻ വിഡ്ത്തും ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ഇത് 10 മീറ്റർ തന്നെയാണ്. 10 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫോർമേഷൻ വിഡ്ത്ത്. രണ്ടും സെയിം ഫോർമേഷൻ വിഡ്ത്ത് ആവാനാണ് സാധ്യത കൂടുതൽ. ചിലപ്പോൾ ചെറിയ മാറ്റം ഉണ്ടാവും. രണ്ടും 10 മീറ്റർ ആണ്. ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, മുകളിലത്തെ ഏരിയ. പിന്നെ ഡെപ്തും നമ്മൾ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ അല്ലെ, നമ്മൾ ക്വാണ്ടിറ്റി ചെയ്യുന്ന BD + SD² എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം D 10 മീറ്റർ ആണ്, D നമ്മൾ കണ്ടുപിടിക്കണം, S ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേഷൻ 25 ആണ് സ്റ്റേഷൻ നമ്പർ. അവിടുത്തെ ഡിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മീറ്ററിലാണ്, 1 കിലോമീറ്ററിലാണ്, അതായത് 1000 മീറ്റർ നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷനുള്ളത്. അപ്പൊ ഇത് നമ്മൾ 1000 മുതൽ 1400 വരെയുള്ള റോഡ് എസ്റ്റിമേഷൻ ആണ് ചെയ്യുന്നത്. വലിയ റോഡായിരിക്കാം, നമ്മൾ ഒരു പോർഷൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ നമ്മളുടെ ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ച പോലെ തന്നെ ഹൈറ്റ് ഓർ ഡെപ്ത് ഡിഫറൻസ് ഓഫ് ഗ്രൗണ്ട് ലെവൽ ആൻഡ് ഫോർമേഷൻ ലെവൽ, അതായത് നമ്മൾ എത്ര നമ്മൾ കെട്ടിവെക്കണം എന്നുള്ളത്. ഫസ്റ്റ് ലെവലിലുള്ളത് ഹൈറ്റ് ഓഫ് ബാങ്ക് 1 മീറ്റർ ആണ്, അത് എഴുതുക 1 മീറ്റർ. പിന്നെ ഓരോന്നും അതേപോലെ എഴുതി വെക്കുക. 1040 0.9, 1080 1.1, 1200 0.6, 1160
0.6, പിന്നെ 1200 0.3. അതുവരെ ഇങ്ങനെ എഴുതി വെക്കുക 0.3. എന്നിട്ട് പിന്നെ നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഈ ഇവിടെ ഒരു സ്റ്റേഷൻ എഴുതുന്നതിന് പകരം നമ്മൾ ഞാൻ പറഞ്ഞില്ല 1200 എത്തി, നമുക്ക് 1270 എന്നാണ് നമുക്ക് ബാങ്കിങ്ങിൽ നിന്ന് കട്ടിങ്ങിലേക്ക് മാറുന്നതെന്ന് അറിയാം. അപ്പൊ ആ ഒരു പോർഷൻ സ്റ്റേഷൻ ഒന്നും എഴുതാതെ തന്നെ ഇങ്ങനെ എഴുതി വെക്കുക 1270. അവിടെ നിന്ന് നമ്മൾ തന്നെ 2ആയി ഡിവൈഡ് ചെയ്യാം. അതും നമുക്ക് ബാങ്കിങ് ആണ് വരിക, മനസ്സിലായോ? അപ്പൊ അതും നമ്മൾ അതേപോലെ തന്നെ എഴുതാം. അവിടെ എത്ര മീറ്റർ വരെ വരുന്നുണ്ട്? 70 മീറ്റർ വരെ വരുന്നുണ്ട്. അപ്പൊ ആ വാല്യൂസ് ഒക്കെ എഴുതുക. പിന്നെ കട്ടിങ്ങിന്റെ നമ്മൾ 31 സ്റ്റാർട്ട് ചെയ്യാം. കട്ടിങ് നമ്മൾ 1240 എത്രയാണ് കട്ടിങ്? 0.4, പിന്നെ 0.8, 0.9, 0.8, 0.6. അത് നമ്മളുടെ ഈ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ടേബിൾ വെച്ച് അങ്ങനെ എഴുതിയാൽ മതി കട്ടിങ്. അപ്പൊ ഇതെല്ലാം വാല്യൂസ് എഴുതാം. എന്നിട്ട് പിന്നെ നടുവിൽ ചെയ്യേണ്ടത് 1270 കട്ടിങ് 0 ആണ്, അതും കൂടി എഴുതണം. അത് നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിഫറൻസ് പിന്നെ മീൻ ഡെപ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം, ഒരു മാറ്റമില്ല. എന്താണ് മീൻ ഡെപ്ത് വരിക? 21st ഇതിലൊന്നും വരില്ല മീൻ ഡെപ്ത്. സെക്കൻഡ് 26 സ്റ്റേഷനിൽ എന്താണ് വരിക? തൊട്ട് മുന്നത്തെ രണ്ടാമത്തെ ആവറേജ് 0.95. 27 1.1 പ്ലസ് 0.9/2 1. 28 0.6 പ്ലസ് 1.1 ഡിവൈഡ് ബൈ 2 0.85. 29 0.6 പ്ലസ് തൊട്ട് മുന്നത്തെ 0.6 ഡിവൈഡ് ബൈ 0.6. ഈ മീൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ? നമ്മളിപ്പോ ഒരു ട്രപ്പിസോഡ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ നടുവിലുള്ള മീൻ ഡെപ്ത് ആണ് നോക്കുന്നത്. അങ്ങനെ വരച്ചു തരുവാണെങ്കിൽ നമുക്കിപ്പം ആങ്കിങ്ങിന്റെ കേസ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇതിപ്പോ നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ, കുറച്ച് മാറി നമ്മുടെ സെക്കൻഡ് സ്റ്റേഷൻ, തേർഡ് സ്റ്റേഷൻ, അങ്ങനെ. അപ്പൊ ഇത് 1000, 1040, 1080 അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക. അപ്പൊ ഇതിനകത്ത് ഓരോ ഡെപ്ത് ഉണ്ടാവും. ഫസ്റ്റിൽ എത്രയാവുന്ന 1 മീറ്റർ ആണ്. സെക്കൻഡിൽ വരുന്നത് എത്രയാണ്? സെക്കൻഡിൽ വരുന്നത് 0.9, തേർഡിൽ 1.1 അങ്ങനെയൊക്കെയാണ്. അപ്പൊ സെക്കൻഡിൽ 0.9, തേർഡിൽ 1.1. അപ്പൊ നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ 1040. അപ്പൊ നമ്മൾ 40 ലെങ്ത് ആക്കി എടുത്തിട്ട് ലെങ്ത് ഈക്വൽ ടു 40 എടുത്തിട്ട് ഇതിന്റെ ആവറേജ് ഹൈറ്റ് എടുക്കും. ഈ രണ്ട് എംബാക്ക്മെന്റിന്റെയും കൂടി ആവറേജ് ഹൈറ്റ് എടുക്കും. അപ്പൊ 0.9ന്റെയും 1ന്റെയും ആവറേജ് ഹൈറ്റ്, അതായത് വലുതാക്കി അറിയാം. ഇതാണ് നമ്മളുടെ 1 മീറ്റർ. 1040 ആണിത്. 1080, 1000, 1040, 1080. എന്ത് ചെയ്യാം? 1 മീറ്റർ ആണ് ഫസ്റ്റ് എംബാക്ക്മെന്റ് ഹൈറ്റ്. രണ്ടാമതിൽ 0.9, മൂന്നാമതിൽ 1.1. അപ്പൊ നമ്മൾ ഇതും തമ്മിലുള്ള ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതും ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള എംബാക്ക്മെന്റ് വോളിയം ഇങ്ങനെ കിട്ടും. നമ്മൾ ഇതിന്റെ ആവറേജ് എടുക്കും. ആവറേജ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു വാല്യൂ എടുക്കും. അതിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? നോക്കി, അത് ഇതിന്റെ ആവറേജ് ആയിരിക്കും. അതായത് 1 പ്ലസ് 0.9/2 0.95 ആണ് അതിന്റെ ആവറേജ് വരിക. അതേപോലെ തന്നെ സെക്കൻഡും തേർഡും പോയിന്റുകൾ തമ്മിലുള്ള എംബാക്ക്മെന്റിനകത്തുള്ള വോളിയം കിട്ടണമെങ്കിൽ ഇത് രണ്ടിന്റെ ആവറേജ് എടുക്കാം. അതെങ്ങനെ കിട്ടും? 1.1 പ്ലസ് 0.9/2, അത് 1 മീറ്റർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്റെ ആവറേജ് എടുക്കുക, മനസ്സിലായത്. എന്നിട്ട് ഈ ആവറേജ് നമ്മൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് നടുവിലുള്ള ട്രപ്പിസോണിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ ലെങ്ത്തുമായിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഫില്ലിങ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ അല്ലെ? ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് മെത്തഡോളജി എന്നുള്ള കാര്യം മനസ്സിലായോ? അതോ കുറച്ച് ട്വിസ്റ്റ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഹോപ്പ് എവരിവൺ അണ്ടർസ്റ്റുഡ്. മനസ്സിലായല്ലോ അല്ലെ എല്ലാവർക്കും? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അതേപോലെ ചെയ്യാം. ഡെപ്ത് ഇങ്ങനെ ആവറേജ് ഡെപ്ത് എഴുതുക. പിന്നെ നമ്മൾ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ 1217 വരുമ്പം ഇതേപോലെ തന്നെ സംഭവിക്കും. ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഈ ടേബിളിൽ കാണിക്കുന്ന പോലെ തന്നെ എഴുതുക. 1217 ആവറേജ് കട്ടിങ്, അത് 0 പ്ലസ് 0.3/2 0.15. പിന്നെ കട്ടിങ്ങിലേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ 31 സ്റ്റേഷൻ നമ്പർ 31. അപ്പൊ നമ്മൾ ഒരിക്കലും മൈനസ് സൈൻ എടുക്കരുത്. അത് ഇൻഡിക്കേറ്റ് കട്ടിങ് മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടേബിളിൽ. ഇത് മൈനസ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആവറേജ് എടുക്കുന്ന നേരത്തെ എടുക്കരുത്. ഓർക്കുക. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒരുപക്ഷെ കട്ടിങ് ഇപ്പം വേറൊരു വാല്യൂ ആണെങ്കിൽ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കാണിച്ചല്ലോ അല്ലേ, ഇത് നമ്മളുള്ള വാല്യൂ ഒന്നും എടുക്കരുത്.
അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടിങ് ജസ്റ്റ് നെഗറ്റീവ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പം അത് ചെയ്യാം. എന്നിട്ട് മൈനസ് സൈൻ കട്ടിങ് എന്ന് മാത്രം കാണിക്കാൻ വേണ്ടി എഴുതുക. ഇത് ബാങ്കിങ് ആണ്, ഇതുപോലെ കട്ടിങ് തുടങ്ങി. എന്നിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ എഴുതി പോയിട്ട് ചെയ്ത് പോവുക. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് ഓരോ ട്രപ്പിസോഡിന്റെ ഏരിയ കണ്ടുപിടിക്കുക. എന്താണ് ബി ഡി എന്ന് പറഞ്ഞ സെൻട്രൽ ഏരിയ, മനസ്സിലായല്ലോ? ബി ഡി എന്ന് പറഞ്ഞാൽ ഓരോ ട്രപ്പിസോഡിന്റെ നമ്മൾ മീൻ ഡയമീറ്റർ കിട്ടിയ ശേഷം ഈ നടുവിലുള്ള ഓരോ ആവറേജ് ആയിട്ട് എടുത്ത ഓരോ ട്രപ്പിസോഡിന്റെ ഏരിയ ആണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ ഇതാണ്, ബി എന്ന് പറഞ്ഞാൽ മിഡിൽ പോർഷൻ കിട്ടും, ബി ഇൻറ്റു ഡി, ഈ നടുവത്തെ പോർഷൻ കിട്ടും. സൈഡിലെ പോർഷൻ കിട്ടണമെങ്കിൽ ഒരെണ്ണം 0.5 എസ് ഡി സ്ക്വയർ ആണ്, മറ്റേ 0.5 എസ് ഡി സ്ക്വയർ ആണ്. അപ്പൊ ടോട്ടൽ ഏരിയ കിട്ടും ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ ആണ് ടോട്ടൽ ട്രപ്പിസോഡിന്റെ ഏരിയ. ഈക്വേഷൻ ഓർത്ത് വെക്കാം, ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ബി ഡി നമുക്ക് കിട്ടിയ നമ്മുടെ ബി എന്ന് പറഞ്ഞ 10 മീറ്റർ ആണ്, ഫോർമേഷൻ വിഡ്ത്ത് ആണ്. അത് ഫോർമേഷൻ വിഡ്ത്തിന് മീൻ ഡെപ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബി ഡി കിട്ടും. പിന്നെ ഏരിയ ഓഫ് സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എസ് ഡി സ്ക്വയർ കിട്ടും. അതെല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക. ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ കിട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും, ടോട്ടൽ ട്രപ്പിസോഡിന്റെ ഏരിയ കിട്ടും. അത് ബാങ്കിങ്ങിലാണെങ്കിൽ കട്ടിങ് ആണെങ്കിൽ കട്ടിങ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഇതേപോലെ തന്നെ വരും, പക്ഷെ തലയിരിഞ്ഞ് വരുന്നു മാത്രമേ ഉള്ളൂ. കട്ടിങ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വരും. കട്ടിങ് ഇങ്ങനെയാണ് വരിക. ഇതാണ് ഫസ്റ്റത്തെ, ഇത് രണ്ടാമത്തത്, മൂന്നാമത്തത്. എന്നിട്ട് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകും. നമ്മൾ ഇതിന്റെ ആവറേജ് എടുക്കും, ഒരെണ്ണത്തിന്റെ ആവറേജ് എടുക്കും, ഇതിന്റെ ലെങ്ത് ആയിട്ട് മൾട്ടിപ്ലൈ. അങ്ങനെയാണ് കട്ടിങ്ങും വരുന്നത്. അപ്പം മാറ്റമൊന്നുമില്ല, സെയിം കാര്യം തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് എഴുതുക. ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ലെങ്ത് എഴുതുമ്പം എന്ത് സംഭവിക്കും? എല്ലാ സ്റ്റേഷനും തമ്മിൽ 40 മീറ്റർ ആയിരിക്കും ലെങ്ത് വ്യത്യാസം. എവിടെ മാത്രം വ്യത്യാസം ഉണ്ടാവും? നമ്മളെ കണ്ടുപിടിച്ചില്ലേ ഏത് പോയിന്റിലാക്കും വരുന്നതെന്നുള്ള, അവിടെ മാത്രം ലെങ്ത്തിന് മാറ്റം ഉണ്ടാവും. കാര്യം നമ്മുടെ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇവിടം വരെ ബാക്കിയല്ല, ഇപ്പുറം എല്ലാം ഇന്റർവെൽ 40 ആണ്. പക്ഷെ ഈ നടുവിൽ, അതായത് 200-നും 240-നും നടുവിൽ ബാങ്കിങ്ങും ഉണ്ട് കട്ടിങ്ങും ഉണ്ട്. അന്നേരം അവിടെ ബാങ്കിങ്ങിന്റെ എക്സ് എന്ന് പറഞ്ഞാൽ 70 എന്നാണ് ലെങ്ത് എഴുതാൻ. മനസ്സിലായല്ലോ? ബാങ്കിങ് അതായത് ഈ പോയിന്റിൽ 13-നും 31-ന്റെ ഇടയിലുള്ള പോയിന്റിൽ 70, അതാണ് നമ്മുടെ ബാങ്കിങ്ങിന്റെ പോയിന്റ്. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക? 17 എഴുതുക. പിന്നെ അവിടെ മുതൽ, ആ പോയിന്റ് മുതൽ, ഇതിപ്പോ 30A എന്ന് വേണം നമുക്ക് പോയിന്റിനെ വിളിക്കാം. അപ്പൊ 30A മുതൽ 31 വരെ പിന്നെന്താണ് കട്ടിങ് ആണ് വരിക. അത് എത്രയാണ് ലെങ്ത് വരിക? 23 ആണ് വരിക. അപ്പൊ ഈ രണ്ട് ലെങ്ത് മാത്രം മാറ്റി എഴുതുന്നത് ഓർത്ത് നോക്കുക. മനസ്സിലായോ? എന്നിട്ട് ഇതേപോലെ തന്നെ ജസ്റ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ. ബാങ്കിങ് ഒരു സൈഡിൽ എഴുതുക, കട്ടിങ് ഒരു സൈഡിൽ എഴുതുക. എന്നിട്ട് ടോട്ടൽ കട്ടിങ് ബാങ്കിങ് എഴുതുക. ഇത് മനസ്സിലായി? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആർക്കും മനസ്സിലാകത്തുണ്ടോ? അപർണ കെ എം, അപർണ കെ എം ഉണ്ടോ കോളിൽ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ അല്ല, സൊല്യൂഷൻ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഈ ലെങ്ത് എടുക്കുന്നത് മനസ്സിലായോ? ലെങ്ത് എന്ത് എങ്ങനെ വരിക എന്നുള്ളത്, ഈ 17, 23, ബാക്കിയെല്ലാം 40 വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഇല്ല സർ, മനസ്സിലായില്ല? ഓക്കെ, അതാണ് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായി? ഇതായത് എവിടെയാണ് ബാങ്കിങ് വരുന്നത്, എവിടെ ഏത് പോയിന്റ് വരെ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഈ സിമിലർ ട്രയാങ്കിൾസ് യൂസ് ചെയ്ത് 200-ന്റെയും 240, 1200-ന്റെയും 1240-ന്റെയും നടുവിലെ ഒരു പോയിന്റിലാണ് നമുക്ക് ബാങ്കിങ് വരിക. നമുക്കറിയാം ബാങ്കിങ് കട്ടിങ്ങിലേക്ക് മാറുന്ന പറയാം. അതായത് കെട്ടിപ്പൊക്കുന്നത് പിന്നെ എക്സ്കേറ്റ് ചെയ്ത് മാറ്റേണ്ട പോയിന്റ് വരുന്നത് ഈ പോയിന്റ് എന്നാണ് ആ മാറ്റം വരുന്നത്. അത് നമുക്കറിയാം ആ പോയിന്റ് ഏതാണെന്നുള്ളത്. ആ പോയിന്റിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി സിമിലർ ട്രയാങ്കിൾസ് യൂസ് ചെയ്ത് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. എക്സ് നമുക്ക് 17 കിട്ടും. അങ്ങനെയാണ് നമുക്ക് എക്സ് നമുക്ക് 17 കിട്ടുന്നത്. അതായത് 1217 വരെ ബാങ്കിങ് ആയിരിക്കും. അതിനുശേഷം കട്ടിങ് തുടങ്ങും. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ബാക്കി എല്ലാ ഇന്റർവെൽസും 40 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എല്ലാ ഇന്റർവെൽസും 40 ആണ്. പക്ഷെ 1217 1200 മുതൽ 1217 വരെ ബാങ്കിങ്ങിന്റെ ഇന്റർവെൽ വ്യത്യാസമുണ്ട്. അത് 17 മീറ്റർ വരുന്നുള്ളൂ. അതിന് മുന്നേ എല്ലാം 40 ആണ് കൊണ്ടിരുന്നത്. പക്ഷെ ആ പോയിന്റ് വരെ, അതായത് 1200 മുതൽ 1217 വരെ ലെങ്ത് 17 വരുന്നുള്ളൂ. അപ്പൊ അവിടുത്തെ നമ്മളെ മീൻ ഡെപ്ത് കണ്ടുപിടിച്ച ട്രപ്പിസോയിഡിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 17 എന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മൾ 17 മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഇനിയിപ്പോ അതേപോലെ തന്നെ
1217 കഴിഞ്ഞാൽ പിന്നെ കട്ടിങ് തുടങ്ങി. അപ്പൊ കട്ടിങ് തുടങ്ങുന്ന എവിടെ മുതലാ 1217 മുതൽ 1240 വരെയാണ് ഫസ്റ്റ് കട്ടിങ്. അപ്പൊ അത് 23 ആണ് അതിന്റെ ലെങ്ത്. അത് മാത്രമേ ലെങ്ത്തിന് മാറ്റുള്ളൂ, ആവറേജ് ലെങ്ത്തിനുള്ള മാറ്റുള്ളൂ 23 വരെ. അതും എഴുതുക. അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം സെയിം ആണ്. 1240 മുതൽ 1280 വരെ 40 മീറ്റർ ആണ്. 1000 പിന്നെ എല്ലാ ഇന്റർവെൽസും 40 മീറ്റർ തന്നെയാണ്. ഈ 23-17 വന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയോ അപർണ? മനസ്സിലായോ? ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ ക്ലാസ് പോലെ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ. സാർ അതൊന്നും കൂടി പറഞ്ഞു തരുമോ? മനസ്സിലായില്ല. 70 മനസ്സിലായില്ല. അതായത് നമ്മൾ 30th സ്റ്റേഷൻ വരെ കാര്യം മനസ്സിലായില്ലേ എങ്ങനെയാണോ വരുന്നത്? എല്ലാം സെയിം ഇന്റർവെൽസ് ആണ്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് പോലെ 30ന്റെ 31ന്റെ ഇടയിൽ ഒരു പോയിന്റ് ഉണ്ട് ഇല്ലേ? ആ പോയിന്റിൽ നിന്നാണ് ബാങ്കിങ്ങിൽ നിന്ന് കട്ടിങ്ങിലേക്ക് മാറുന്നത് അല്ലേ? ആ ട്രാൻസാക്ഷൻ 17 ആണ്. ആ 17 ആണ് നമ്മളോട് എഴുതിയിരിക്കുന്നത്. അതായത് ആ 17 വരെ ബാങ്കിങ് വരും. അപ്പൊ അത് ആ 17 നമ്മളോട് എഴുതി. മനസ്സിലായോ? ഇപ്പൊ അതിന്റെ ബാക്കി എന്താ വരിക? നെക്സ്റ്റ് സ്റ്റേഷൻ വരെയുള്ള ലെങ്ത് 23 അല്ലേ? 17 + 23 ആണുള്ള 40 അല്ലേ? അതാണ് നമ്മൾ കട്ടിങ്ങിലേക്ക് 23 എഴുതിയേക്കുന്നത്. കണ്ടോ? ഇത് കട്ടിങ്ങിലേക്കാണ് വരുന്നത് 23. അതായത് അതിന്റെ നടുവിൽ 17 മീറ്റർ വരെ ബാങ്കിങ്ങും നമ്മൾ കെട്ടിപ്പൊക്കണം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 23 മീറ്റർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതാണ് ഈ രണ്ട് വാല്യൂസും മാത്രം 40 മീറ്റർ അല്ലാത്തത്. കാര്യം ബാക്കി എല്ലാം റെഗുലർ ഇന്റർവെൽസിലാണ് വരുന്നത്. കട്ടിങ്ങും ആണേലും ഫില്ലിംഗ് ആണേലും കട്ടിങ് ആണേലും. പക്ഷെ ഈ 30നും 31ന്റെ ഇടയിൽ എന്ത് സംഭവിക്കും? 17 മീറ്റർ വരെ കട്ടിങ്ങും പിന്നെ അതിനുശേഷമുള്ള 23 മീറ്റേഴ്സ് 17 മീറ്റർ വരെ ബാങ്കിങ്ങും അതിനുശേഷമുള്ള 23 മീറ്റേഴ്സ് കട്ടിങ് ആണ് വരിക. ഇതാണ് ഈ രണ്ട് വാല്യൂസ് ഡിഫറെന്റ് ആയ ഉള്ള കാര്യം. മനസ്സിലായോ എങ്ങനെയാന്ന്? മനസ്സിലായി. ഓക്കെ. എന്നിട്ട് നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റി എഴുതുക. ബാങ്കിങ്ങിൽ കിട്ടിയ എല്ലാ ക്വാണ്ടിറ്റീസ് എഴുതുക, കട്ടിങ്ങിൽ കിട്ടിയ എല്ലാ ക്വാണ്ടിറ്റീസ് എഴുതുക. ഇത് നമ്മൾ അബ്സ്ട്രാക്ട് ഉണ്ടാക്കുക. അബ്സ്ട്രാക്ട് ഉണ്ടാക്കുന്ന വളരെ എളുപ്പമായിരിക്കും. നിങ്ങളുടെ റേറ്റ് തന്നിട്ടുണ്ടാവും. ആ റേറ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ അതിന്റെ കൂടെ എപ്പോഴും ഒരു 3% കണ്ടിജൻസി പിന്നെ 2% വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ഇതങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 5% ആഡ് ചെയ്താൽ അതിന്റെ കൂടെ. അപ്പൊ നമുക്ക് അബ്സ്ട്രാക്റ്റും കിട്ടി. അപ്പൊ ഇതാണ് അബ്സ്ട്രാക്ട് വരെ എഴുതിയാലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്സ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അബ്സ്ട്രാക്ട് അടക്കം എഴുതാൻ, അബ്സ്ട്രാക്ട് കോസ്റ്റും കൂടി എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇല്ലെങ്കിൽ ഒരു 2 സ്റ്റെപ്പ് കൂടെ ഉള്ളൂ, വലിയ പാടൊന്നുമില്ലല്ലോ. റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ നിങ്ങളൊരു ജസ്റ്റ് ഒരു വാല്യൂ ജസ്റ്റ് കഴിയാൽ മതി. ഇതാണ് നമ്മളുടെ ഇങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിന്റെ ആൻസർ. എല്ലാവർക്കും ക്ലിക്കായി തോന്നുന്നു. ആർക്കും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വേണേൽ സ്പെഷ്യൽ ക്ലാസ് വെക്കാം, ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ആഫ്റ്റർനൂണിൽ. നിങ്ങൾ ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ. ഞാൻ ഇവർക്ക് എല്ലാവർക്കും ലിങ്ക് അയച്ചിട്ട് സെയിം ലിങ്കിൽ തന്നെ കയറാൻ കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ട് സ്പെഷ്യൽ ആയിട്ടെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. സോ ഞാൻ ഇന്നത്തെ ക്ലാസ് നിങ്ങളിലൂടെയാണ്. എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്.